ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുതന്നെയുമല്ല, നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാക്കാം, അത് നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആയിട്ട് ഓപ്പൺലി നിങ്ങൾക്ക് ആ സംശയങ്ങൾ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ആ സംശയങ്ങൾ കാണുകയും മറ്റുള്ളവർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയും ചെയ്യേണ്ടത് ഇതാപേക്ഷിതമായിട്ട് തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമ്മളുടെ വീഡിയോകളിൽ ഉണ്ടാവാറുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മുഖവരിയൊന്നും കൂടാതെ ഞാൻ പറയുകയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഈ മരണം എന്ന് പറയുന്ന സംഗതി. ആരും മരണത്തെ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മരിച്ചു പോകുന്ന വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ മരണപ്പെട്ടു പോകുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനെക്കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയസാണ്. നമ്മൾ വളരെയേറെയൊക്കെ അയ്യോ ആത്മാവുണ്ടോ, ആത്മാവ് എവിടേക്ക് പോയി, എങ്ങനെയാണ് ഈ ആത്മാവ് ഇരിക്കുന്നത്, ഈ ആത്മാവെന്ന് പറയുന്ന സംഗതി വെറുതെ മിഥ്യാധാരണയാണോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പലരും പല പേരിലാണ് പറയുന്നത്, ഭൂതം, പ്രേതം, പിശാച്, അങ്ങനെയുള്ള പല പല രീതികളിലും പല പല സംഗതികളിലും നമ്മൾ പറയാറുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്, നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അനുഭവപ്പെടാതിരിക്കാൻ വഴിയില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാം, ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ആരോ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൂടി ആരോ നടന്നു പോയി, ആ ഒരു ഫീലിങ്സ്, അങ്ങനെ തോന്നൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് മിക്കവർക്കും ഉണ്ടാകാറുണ്ട്. ചിലരത് പറയാറുണ്ട്, ചിലരത് പ്രകടിപ്പിക്കാറുണ്ട്, ചിലരത് മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. ചിലർ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് തോന്നലായിരിക്കാം, അതൊന്നും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമ്മുടെ സമീപത്ത് നമ്മുടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ കൂടി ആരെങ്കിലും കടന്നു പോയി, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് കൂടി യാത്ര പോകുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ട്, നമ്മളെ കൂടാതെ മറ്റാരോ അവിടെയുണ്ട്. ചിലപ്പോൾ ഒരു മുറിയിലാകാം, അല്ലെങ്കിൽ ഒരു ബസ്സിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്താകാം, കടൽ തീരത്താകാം, എവിടെയെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായി അതേക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ ആത്മാവിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു കഥ പറയാം. കഥയിലെ ഒരു സംഭവമാണ്. ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെയുള്ള താന്ത്രിക വിദ്യയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് ഈ ആത്മാവുകളെക്കുറിച്ച് ഭയങ്കര ഒരു സംശയമായിരുന്നു. ആത്മാവുണ്ടോ, ഇനി അങ്ങനെയാണോ, പ്രേതമുണ്ടോ, ഭൂതമുണ്ടോ, പിശാചുണ്ടോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സംശയത്തിന് ഉള്ള ഒരാളായിരുന്നു ഇദ്ദേഹം ഒരു ജന്മിയായിട്ടുള്ള ആളായിരുന്നു, പണമുള്ള ആളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഓർത്തു, ഓക്കെ, ഇങ്ങനൊരു വസ്തുതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തുകൂടാ, ഞാൻ അത്തരത്തിലുള്ള ഒരു സംഗതി തീർച്ചയായിട്ടും ഞാൻ ചെയ്തു നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആത്മാവെന്ന് പറയുന്നത് പിന്നെ ഒരു ശരീരത്തിനകത്ത് അതിൻ്റെ ഒരു ചേതനമായിട്ടുള്ള അതിന് അതിന് ജീവൻ നൽകുന്ന ഒരു സംഗതിയാണല്ലോ. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള നമ്മുടെ ചേതനയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനിങ്ങനെ എവിടേക്കും പരിമിതിയൊന്നുമില്ല. ഒരു ചെറിയ കതക് അടച്ചിട്ടിരിക്കുന്ന കതകിൻ്റെ കീ ഹോളിൽ കൂടി, അതായത് താക്കോൽ ദ്വാരത്തിൽ കൂടി പോലും അതിന് പുറത്ത് കിടക്കാൻ സാധിക്കും. പിന്നെ അതൊന്നുമില്ലെങ്കിൽ തന്നെയാണെങ്കിലും അത് മായാവിയെ പോലെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും, പല സ്ഥലങ്ങളിലേക്ക് പോകാനും വരാനും ഒക്കെ സാധിക്കും. അങ്ങനെയാണ് ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും കുറിച്ചൊക്കെയുള്ള നമ്മൾ അറിവ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ദിവസം വളരെ എന്താ പറയുക, വലിയൊരു പെട്ടി നിർമ്മിച്ചു. ഒരു 6 അടി ഉള്ള വളരെ ഇരുമ്പിൻ്റെ ഒരു പേടകം, ഒരു പെട്ടി നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇരുമ്പിൻ്റെ പേടകം നിർമ്മിക്കുക മാത്രമല്ല, അദ്ദേഹം 2-3 മതവിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ട് ഈ ആത്മാക്കൾ പുറത്തു പോകാതിരിക്കുവാനായിട്ടുള്ള ചരടുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുരിശുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില മുദ്രകൾ, അങ്ങനെയുള്ള ചില തുണിത്തരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ച് അതേക്കുറിച്ച് പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം ഒരു ബന്ധനസ്ഥനായി കഴിഞ്ഞ ആത്മാവ് ഒരിക്കലും പുറത്തു പോകാതിരിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ മോസ്റ്റ്ലി മന്ത്രവാദികളൊക്കെ എന്ത് ചെയ്യുന്ന, ആത്മാക്കളെ ആവാഹിച്ച് കൂടത്തിലിരുത്തുന്നു, അല്ലെങ്കിൽ കുപ്പിയിലിരുത്തുന്നു, അല്ലെങ്കിൽ ആണിയിൽ അടിച്ചു വെക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഒരു ആത്മാവ് വേണം, അതിനെ ആവാഹിക്കാനൊന്നും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത് ഒരു പരീക്ഷണമാണല്ലോ, അങ്ങനെ ചെയ്യുകയും ചെയ്യണം, അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യണം. അതിന് അയാൾ ഋതുമതിയായിട്ടുള്ള ഒരു 17 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടീനെ അയാൾ കണ്ടുപിടിച്ച്, സുന്ദരിയായിട്ടുള്ള
ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടുപിടിച്ചിട്ട് ആരും അറിയാതെ ആ പെൺകുട്ടിയെ അയാൾ അവിടെ നിന്ന് കവർന്നു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കവർന്നു കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യ സ്ഥലമുണ്ട്. ആ രഹസ്യ അറയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം ആ പെൺകുട്ടീനെ ഇയാളൊരു പെട്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇരുമ്പിൻ്റെ വലിയൊരു ഉരുക്ക് പെട്ടി. ആ പെട്ടിയിൽ ഈ പെൺകുട്ടിയെ കിടത്തിയിട്ട് ബന്ധനസ്ഥയാക്കി കിടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പെട്ടിക്ക് സുഷിരമൊന്നുമില്ല, അതിൽ കിടത്തി അടച്ചു കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞാൽ തന്നെ അത് ശ്വാസം മുട്ടി നമ്മൾ മരണപ്പെട്ടു പോകും. അങ്ങനെ ആ പെൺകുട്ടീനെ അതിലേക്കിട്ട് അയാൾ അടയ്ക്കുകയും ഭദ്രമായി അത് ലോക്ക് ചെയ്യുകയും അതിനകത്ത് ഈ ബന്ധനസ്ഥ ആത്മാവുകളെ ബന്ധനസ്ഥനാക്കാനായിട്ട് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുവാനായിട്ട് അവ പുറത്തു പോകാനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പൂജാ സംവിധാനങ്ങൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചരടുകളും മേലസുകളും കുരിശും മറ്റ് പല മതവിഭാഗങ്ങളുടെയൊക്കെ അത് ഏത് മതമാണെങ്കിലും കുഴപ്പമില്ല, അത് പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാൾ അതിനെ കെട്ടി പൂട്ടി അതിനകത്താക്കി വെച്ച് ഒരു സ്ഥലത്തെ മാറ്റി ഒരു നിലവറയുടെ ഉള്ളിൽ സൂക്ഷിച്ചു. കാലം കടന്നുപോയി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വർഷങ്ങൾ കടന്നുപോയി. അപ്പോൾ അതിനകത്ത് പല വേരിയേഷൻസ് വന്നു. ഈ പെൺകുട്ടി അന്നത്തെ കുറച്ച് മുൻപുള്ള കാര്യമാണ് കേട്ടോ, ആർക്കും അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് പ്രകാരം, നമ്മൾ പറഞ്ഞ പ്രകാരം എന്താണ്, ഒരു ആത്മാവുണ്ടെങ്കിൽ ആത്മാവിനെ അയാൾ ആ ശരീരത്തിനകത്തൊരു ആത്മാവുണ്ടല്ലോ, ആത്മാവ് ആ പെൺകുട്ടി തീർച്ചയായിട്ടും മരണപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുക, എന്താ പറയുക, അതിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോകുവാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ വേറെ എവിടെയെങ്കിലും ഏതൊക്കെയാണോ രീതിയിലുള്ള മതങ്ങൾ അനുശാസിക്കുന്നതോ നമ്മൾ കേൾവിയുള്ളതൊക്കെ തരത്തിലുള്ള രീതിയിലേക്കൊക്കെയാണെന്നുള്ളതാണല്ലോ ഇത്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആത്മാവ് ഇത്തരത്തിലുള്ള പൂജാക്രിയകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് പുറത്തു പോകാൻ സാധിക്കത്തില്ല. ഈ പെട്ടിക്കകത്തുള്ളിൽ തന്നെ നമ്മൾ കുപ്പിക്കകത്തടച്ച ഭൂതം എന്ന് പറയുന്ന പോലെ പെട്ടിക്കകത്ത് തന്നെ അതിനെ കാണുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അയാൾ എന്നെ സൂക്ഷിച്ചിട്ട് 12 വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അയാൾ സംഗതിയെ അങ്ങ് മറന്നുപോലെ ആയിരുന്നു. അതിനുശേഷം അയാൾ ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പെട്ടി എടുക്കുകയാണ് ചെയ്തത്. എടുത്തിട്ട് അതിനകത്തുള്ള സകല സംഗതികളും അയാൾ പൊട്ടിച്ച് കളഞ്ഞു. ഈ പൂജാവിധികൾക്കുള്ള സംഗതികളൊക്കെ പൊട്ടിച്ചതിന് ശേഷം അയാൾ അന്ന് ആ പെട്ടി തുറന്നു നോക്കുകയാണ്. അത്ഭുതമെന്ന് നോക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ സാധിക്കുമോ? എന്തായിരിക്കാം ഈ 12 സംവത്സരങ്ങൾക്ക് ശേഷം ആ പെട്ടിക്കകത്ത് അയാൾ കണ്ടത്? അതായത് അയാൾ പൂജാവിധി പ്രകാരമൊക്കെ ചെയ്ത് ആത്മാവ് പുറത്തു തിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാവിൻ്റെ ആ ശരീരം നശ്വരമാണെങ്കിൽ നശിച്ചു പോയെങ്കിലും ആത്മാവ് ആ പെട്ടിക്കകത്ത് കാണണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ശരീരം ദ്രവിച്ച് നാമാവശേഷമായി പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇതൊരു വസ്തുത സംഗതിയായിട്ടുള്ള കാര്യം എനിക്കൊരാൾ പറഞ്ഞു തന്ന അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് കേട്ടറിവായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല. ഇയാൾ ആ പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ പെട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിച്ച സംഗതി എന്താണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ വിസ്തരിക്കുന്നില്ല, ഇപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് എന്തായിരിക്കാം എങ്ങനെയായിരിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ജസ്റ്റ് മെസ്സേജ് ഇറ്റ്. ഓക്കെ, ഒന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എത്ര പേര് അതിനെക്കുറിച്ച് എത്ര തരത്തിലായിരിക്കാം വ്യാഖ്യാനിക്കുന്നത് പറയുന്നത് എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആത്മാവുകളുണ്ട്. നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളിരിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ആരോ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുൻപിലോ നമ്മുടെ പിറകിലോ നമ്മുടെ വശങ്ങളിലോ ആരെങ്കിലും ഉണ്ട്. രാവിലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിജനമായ ഒരു സ്ഥലത്ത് കൂടി ചിലപ്പോൾ വിസിറങ്ങിയിട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് തോന്നും അവിടെ ആരോ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ആരോ നിൽക്കുന്നു, ആരോ നമ്മുടെ മുൻപിൽ കൂടി ഓടിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മീതെ കൂടി ആരോഗ്യം പറന്നു പോയി. അങ്ങനെയൊക്കെ നമ്മളിൽ പലപ്പോഴും പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇത് ശരിയായിട്ട് ഇതിനൊന്ന് അനുമാനിക്കുവാനായിട്ട്, ഇതൊന്ന് മനസ്സിലാക്കുവാനായിട്ടൊരു വഴിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സ്വച്ഛമായിട്ടുള്ളൊരു സ്ഥലത്ത്, അത് ഓപ്പൺ പ്ലേസോ റൂമോ എവിടെ വേണമെങ്കിലും ആകാം. റൂമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂമിലൊന്നുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. മറ്റുള്ള പ്രകാശങ്ങളൊന്നും വേണ്ട. ഒരു മെഴുകുതിരി നിങ്ങൾ കത്തിച്ച് വെച്ചതിന് ശേഷം ആ മെഴുകുതിരിയിലേക്ക് നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾ നോക്കിയിരുന്നിട്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും? ഒരു ആത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിനെക്കുറിച്ച്, ഒരു പ്രേതത്തിനെക്കുറിച്ച്, ഒരു ഭൂതത്തിനെക്കുറിച്ച്, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ആയിരിക്കും. ആ മെഴുകുതിരി അങ്ങ് ഊതിക്കെടുത്തുക. എന്നിട്ട് കണ്ണടച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ
നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് നിങ്ങൾക്ക് തോന്നേണ്ടത്? ആത്മാവിനെ കാണണം, ഏതെങ്കിലും ഒരു ആത്മാവിനെ കാണണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടാവുകയാണ്, ശരിയല്ലേ? അപ്പോൾ ആ തോന്നലുണ്ടാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ആ മെഴുകുതിരി തീർച്ചയായിട്ടും നിങ്ങൾ ഊതിക്കെടുത്തണം. എന്നിട്ട് നിങ്ങളൊരു ഒരു ഒരു 3 മിനിറ്റ് നിങ്ങൾ വളരെയേറെ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചതിന് ശേഷം ആ ഒരു ആഗ്രഹം മാത്രം നിങ്ങളിലേക്ക് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻപിൽ, നിങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വശത്ത് ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ സമീപത്തുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൂമും മെഴുകുതിരി മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് അതൊന്നും പറ്റില്ല. നമ്മളൊരു വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു ഗ്രൗണ്ടിൽ പോയി എന്നിരിക്കുക. അവിടെ ഒരു മരമുണ്ട് അല്ലെങ്കിൽ മരമില്ല, വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു വിജനമായ സ്ഥലമായി നട്ടുച്ചയ്ക്ക് പോയിരുന്ന ആത്മാവിനെ കാണണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് പ്രായോഗികമായിട്ട് നടക്കണമെന്നില്ല. അല്ലാത്ത സമയത്ത് സായാഹ്നത്തിലൊക്കെയാണ് നോർത്തു, വിജനമായ സ്ഥലമാണ്, ഒരു മരമുണ്ട്, ആ മരച്ചുവട്ടിലിരിക്കുക, ഏകാഗ്രമായിട്ടിരിക്കുക. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കേണ്ട, നിങ്ങൾ കണ്ണുകൾ തുറന്നിട്ട് നന്നായിട്ട് തുറക്കുക. കണ്ണുകൾ മാത്രം തുറന്നാൽ പോരാ, നിങ്ങളുടെ മനസ്സും തുറക്കണം. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് വളരെ കീനായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കാണണം, നിങ്ങളുടെ ഈ നഗ്നനേത്രങ്ങളല്ല, നിങ്ങളുടെ അകക്കണ്ണുകൂടി തുറന്നു വെക്കണം. തുറന്നു വെച്ചിട്ട് നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ആ പരിസരത്തേക്ക് നോക്കിയാൽ, ആ പരിസരത്തെ നിങ്ങൾ വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളെ കൂടാതെ മറ്റ് പലരും ആ സ്ഥലത്ത് ഉണ്ട്. ചിലപ്പോൾ അത് ഇരിക്കുകയായിരിക്കും, നിൽക്കുകയായിരിക്കും, പറന്ന് കിടക്കുക. അത് ജസ്റ്റ് ഒരു അങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഭൂതമുണ്ട്, അങ്ങനെയല്ല. നമ്മളത് റിയലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് റിയലൈസ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ നമ്മളുടെ ഉള്ളിലെ ആഗ്രഹത്തെ നമ്മൾ ക്രോഡീകരിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനൊക്കെ ചില സമയത്ത് വെറുതെ നടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, ചിലപ്പോൾ ബസ്സിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കാറുണ്ട് നമ്മുടെ സമീപത്ത് ആരോ ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും, എല്ലാ മനുഷ്യർക്കും ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മളുടെ മനസ്സിൽ മനുഷ്യർ നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും മനുഷ്യരാണ്, പക്ഷേ മനുഷ്യരുടെ ഉള്ളിൽ പല തരത്തിലുള്ള ഈ മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിൽ വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചേതന എന്ന് പറഞ്ഞത് പല തരത്തിൽ പല നിലവാരത്തിലുള്ളതാണ്. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. നമ്മൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് കരുതുക. ഓക്കെ, ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്നതിന് അതെന്താണത്? നാളമാണ്. എന്താണത്? അഗ്നിയാണ്, തീജ്വാലയാണ്, അല്ലെങ്കിൽ ഫയറാണ്. ഓക്കെ, പക്ഷേ അത് പല സ്ഥലത്ത് കത്തിച്ച് വെക്കുന്ന വിളക്കുകളെ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഒരു തീ പോലെയല്ല, ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ജ്വാലയ്ക്കുള്ള ചൂടല്ല ഒരു മെഴുകുതിരിക്കുള്ളത്. അതിനെല്ലാത്തിനും ഒരു പൊള്ളലുണ്ട്. പക്ഷേ അതുപോലെയല്ല നമ്മുടെ അടുപ്പിലെ തീക്കുള്ളത്, അതുപോലെയല്ല വലിയൊരു അഗ്നികുണ്ഡത്തിനുള്ളത്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്ത തലങ്ങളാണുള്ളത്. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിന് എല്ലാവർക്കും അത് നമ്മുടെ ഒരു ചേതനയുണ്ട്. ആ ചേതനയുടെ പ്രകാശധോരണിക്ക് അല്ലെങ്കിൽ ആ ചേതനയുടെ ആ ശക്തിക്ക് വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മുടെ പവറ. ചില ആളുകൾ, നമ്മളെല്ലാം മനുഷ്യരാണ്, ചിലർ വളരെ വലിയ ആൾക്കാരാകുന്നു, ഗുരുക്കന്മാരാകുന്നു, വളരെ ശ്രേഷ്ഠതയുള്ള ആൾക്കാരാകുന്നു. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ചില ആളുകളുണ്ടല്ലോ, പണ്ഡിതന്മാരും അല്ലെങ്കിൽ വളരെയേറെ അത്തരത്തിലുള്ള അമാനുഷികത എന്ന് അവർക്ക് വലിയ ശക്തിയുണ്ട്. പക്ഷേ അവരുടെ ആത്മാവിന്, അവരുടെ ഉള്ളിലെ ചേതന വെച്ചാൽ എന്താണ്? അവരുടെ ചൈതന്യം, ആ ചൈതന്യത്തിന് കൂടുതലായിട്ടുള്ള പ്രസരിപ്പുണ്ട്. നമ്മളെയൊക്കെ കൂടുതലായിട്ടുള്ള എന്താ പറയുക, ശക്തിയുള്ളവരാണ് അല്ലെങ്കിൽ പ്രോജ്വലിക്കുന്നവരാണ്. അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ മറ്റുള്ള ഒരു സ്ത്രീയുടെ പോലെ അല്ല നമ്മുടെ അമ്മയെ ചെന്ന് ആലിംഗനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും സുരക്ഷിതത്വം ഒന്നും ഒരിക്കലും നമുക്ക് മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടുകയില്ല. അത് നമുക്ക് നമ്മളുടെ ഫീലിങ്സ് ആണത്. ഓക്കെ, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും എല്ലായ്പ്പോഴും ഉള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ സംഗതി ആപ്ലിക്കബിൾ ആകണം എന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളല്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇച്ചിരി സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, അതാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ഏകാഗ്രത വേണം. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചില സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സംഗതി കൂടെ പറയാം. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് ഓർത്തു, നമ്മളിപ്പോൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം
പുറത്തേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് വെറുതെ കണ്ണടച്ചിരിക്കുക. പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പള്ളിയിൽ പോയതിന് ശേഷം ജസ്റ്റ് വെറുതെ നമ്മൾ കുർബാനയെ കണ്ട് കുമ്പസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ അവിടെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ ജസ്റ്റ് എന്താ വെച്ചാൽ മുറുക്കെ കണ്ണടയ്ക്കരുത്, വെറുതെ ജസ്റ്റ് ഒന്ന് ഇമകൾ കൂട്ടി അടയ്ക്കുക. ഇമകൾ നമ്മളിങ്ങനെ കൂട്ടി അടയ്ക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ചില വെളുത്ത രീതിയിലുള്ളത് ചില സംഗതികൾ ഇങ്ങനെ എന്തൊക്കെയോ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതും പറയുന്നത് അങ്ങനെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ഇമകളുടെ ഇതിൽ കൂടി നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമുക്കറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഇമകളുടെ പുറത്തേക്ക് നമ്മുടെ കാഴ്ചകൾ വ്യാപിക്കും. അവിടെ നമുക്ക് ചില സംഗതികൾ നമുക്ക് അറിയാനായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ആ ഫീലിങ്സ് നമുക്കുണ്ടാകും. അത് ചിലപ്പം ഗുഡ് സ്പിരിറ്റ് ആകാം, ബാഡ് സ്പിരിറ്റ് ആകാം. ഇതൊന്നും നമ്മളെ കൊത്തിപ്പറിച്ചുകൊണ്ട് പോവുകയും നമ്മളെ കൊഞ്ഞനെ കുത്തി കാണിക്കുകയും നമ്മളെ കടിച്ചുപറിച്ച് തിന്നത്തൊന്നുമില്ല. ഇതൊക്കെ കൂടുന്നതാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, നമ്മൾ മരിച്ചുപോയ നമ്മളുടെ അമ്മ, മരിച്ചുപോയ നമ്മുടെ അപ്പച്ചൻ, മരിച്ചുപോയ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരെ നമുക്കൊന്ന് കാണണം, അല്ലെങ്കിൽ അവർ ആത്മാവിനുമായിട്ട് നമുക്കൊന്ന് സംബന്ധിക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് ഒരു നിമിഷം അങ്ങനെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അസാധ്യമായി ഒന്നുമില്ല. ഈ ലോകത്ത് അസാധ്യമായി യാതൊന്നും തന്നെയില്ല, എല്ലാം സാധ്യമാണ്. സാധ്യമായത് സംഭവിക്കുന്ന സ്ഥലത്തെ ആണ് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം. അവിടെ എല്ലാം തന്നെ സാധ്യമാണ്. അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനീ പറഞ്ഞ സംഗതികൾ ചിലപ്പോൾ എന്നെ ചിലരൊക്കെ വഴക്ക് പറയുമായിരിക്കും, ഇവന് വേറെ പണിയൊന്നുമില്ല, എന്തൊക്കെ പ്രാന്തായിരുന്നു പറയുന്നതൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതിനുള്ളിൽ ഒരു സത്യമുണ്ട്, അതിനുള്ളിൽ ഒരു വസ്തുതയുണ്ട്. അറിയാവുന്നവർക്കറിയാം, അനുഭവിക്കുന്നവർക്ക് അറിയാം, അനുഭവിച്ചവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് അടുത്ത ദിവസം വരും. ഏവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.